ഹലോ ഗൈസ്, വെൽക്കം ടു വാൻഡറിങ് ടു കീ. അപ്പോൾ ഇന്ന് നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒരു സ്ഥലം വരെ പോവാണ്. സ്ഥലം പറയുന്നതിന് മുന്നേ അവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു സാധനം കാണിച്ചു തരാം. ഈ ഒരു ഫുട്ടേജ് കണ്ട് മനസ്സിലാവുന്നുണ്ട് എവിടെയാന്ന്? യെസ്, നമ്മളിന്ന് പോകാൻ പോകുന്നത് കൊല്ലത്തേക്കാണ്. ഞങ്ങളുടെ ക്ലോസ് ഫ്രണ്ടായിട്ടുള്ള നിതിൻ ചേട്ടൻ്റെ വീട് കൊല്ലത്താണ്. അപ്പോൾ നിതിൻ ചേട്ടൻ്റെ ഫാമിലി ഞങ്ങൾ ഫ്രണ്ട്സിനൊക്കെ വീട്ടിലേക്ക് ഒരു സ്റ്റേക്കേഷന് വേണ്ടി ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടേക്കാണ് പോകുന്നത് ഫസ്റ്റ്. അങ്ങനെ ഞങ്ങൾ ഊബറൊക്കെ പിടിച്ച് തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഞങ്ങൾ KSR കന്യാകുമാരി എക്സ്പ്രസ്സിലാണ് പോകുന്നത്. ഇപ്പോൾ ട്രെയിനിൻ്റെ പേരൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞങ്ങളെല്ലാം റിസർവ് ചെയ്താണ് പോകണമെന്ന്. പക്ഷെ ഒരിക്കലും അല്ല. സീറ്റ് കിട്ടുമെന്ന് തന്നെ നല്ല ഡൗട്ടാണ്. കാരണം വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടാവും. ഓൾറെഡി ബാംഗ്ലൂരിൽ നിന്ന് ഒരാൾ കയറിയിട്ടുണ്ട്, ആലുവയിൽ നിന്ന് ഒരാൾ കയറിയിട്ടുണ്ട്. പിന്നെ തൃപ്പൂണിത്തുറയിൽ നിന്ന് ഇതാണ് നമ്മുടെ ദാസേട്ടനും ഞാനും അലൻ ചേട്ടനും, ഞങ്ങൾ 3 പേരാണ് തൃപ്പൂണിത്തുറയിൽ നിന്ന് കയറാൻ പോകുന്നത്. പിന്നെ തിരുവല്ലയിൽ നിന്ന് ആദർശേട്ടനും കൂടെ കയറുമ്പോൾ ഞങ്ങൾ കൊച്ചിയിൽ വർക്ക് ചെയ്യണം, ഞങ്ങളുടെ ഗ്യാങ് കംപ്ലീറ്റ് ആവും. ഹലോ, ഇങ്ങോട്ട് നോക്ക്. നമ്മളെവിടെ പോണേ? നമ്മളെങ്ങോട്ടാ പോകുന്നേ? ട്രെയിൻ കുറച്ച് ലേറ്റാണ് ഓൾറെഡി. അപ്പോൾ ഞങ്ങളിങ്ങനെ കഥയൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുമായിരുന്നു. ഞങ്ങൾ പറഞ്ഞതുപോലെ തന്നെ നല്ല തിരക്കായിരുന്നു, ആർക്കും സീറ്റ് കിട്ടിയില്ല. ഞങ്ങൾ മര്യാദയ്ക്ക് നിൽക്കാൻ പോലെയുള്ള സ്പേസ് ഉണ്ടായിരുന്നില്ല. എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ് ഞങ്ങൾ. ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞാൻ എങ്ങനെയൊക്കെയോ വലിഞ്ഞതാ മേളിൽ കയറി. ഇതാണ് ബാംഗ്ലൂരിൽ നിന്ന് കയറിയ മുതൽ. പിന്നെ ഏകദേശം എത്താറായപ്പോഴാണ് ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയത്. അപ്പോഴത്തേക്കും ഇറങ്ങാനുമായി. ഇതാണ് കാവ്യ ചേച്ചിയാണ് ആലുവയിൽ നിന്ന് കയറിയത്. ആൻഡ് ഇപ്പുറത്ത് നിൽക്കുന്നതാണ് ആദർശേട്ടൻ. സോ ഇതാണ് ഞങ്ങളുടെ ഗ്യാങ്ങിലെ മെയിൻ. ഇപ്പോൾ കാറും കൊണ്ട് വരും, ഞങ്ങളെ പോസ്റ്റാക്കി. ഞങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമ്മൾ ആരാണ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്? പോസ്റ്റാക്കി അല്ലേ? ഹലോ, എന്താണ് പോസ്റ്റ് ആക്കിയേ? 10 മിനിറ്റ് പോസ്റ്റ് ആക്കി. ഞങ്ങൾ എത്ര നേരം കൊണ്ട് വെയിലത്ത് നിൽക്കുക? വണ്ടി എടുത്തോണ്ട് വന്നിട്ട് അങ്ങനെ ഫൈനലി കൊല്ലത്ത് നിതിൻ ചേട്ടൻ പിക്ക് ചെയ്യാൻ വന്നു. കുറച്ച് ലേറ്റായി, ബട്ട് സ്റ്റിൽ ഞങ്ങൾ നിതിൻ ചേട്ടൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിതിൻ ചേട്ടൻ്റെ അമ്മയും ചേച്ചിയും കൂടെ ഞങ്ങൾക്ക് നല്ല അടിപൊളി ഫുഡായിരുന്നു റെഡിയാക്കിയത്. ലഞ്ചിന് ഒരു രക്ഷയില്ല, വയറും മനസ്സും നിറഞ്ഞൊരു ഫീലായിരുന്നു. നമ്മൾ പറയില്ല ലവ് സെർവ്ഡ് ഇൻ പ്ലേറ്റ്സ് എന്ന്, അതുപോലെ തന്നെ ആയിരുന്നു. കപ്പയും മീൻകറിയും മീൻ ഫ്രൈയും ക്രാബും പ്രോൺസും എല്ലാം ഉണ്ടായിരുന്നു. വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് ഒരു ജസ്റ്റ് ഫോട്ടോ തന്നെ ആഡ് ചെയ്യുകയാണ്. വീഡിയോ എടുക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു സങ്കടം മാത്രമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഈ ട്രിപ്പിൻ്റെ കോർ മെമ്മറി എന്ന് പറയുന്നത് ഈ 2 കുരുപ്പുകളോടുള്ള ഇൻട്രാക്ഷൻസ് ആയിരിക്കും. ഇവർ നല്ല അടിപൊളി പിള്ളേരാണ്. അവർ ഭയങ്കര പെട്ടെന്നായിരുന്നു ഞങ്ങളൊക്കെ ആയിട്ട് സിങ്കായത്. കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് ഞങ്ങൾ നെക്സ്റ്റ് പ്ലാൻ ചെയ്ത് എഴുത്താണിക്കടയിൽ പോയി. അവിടുത്തെ വെട്ട് കേക്ക് ഭയങ്കര ഫേമസ് ആണ്, അത് കഴിക്കാനായിട്ട് പോകാനാണ് പ്ലാന്. അപ്പോൾ വെട്ട് കേക്കൊക്കെ കഴിച്ചിട്ട് നെക്സ്റ്റ് നമ്മൾ സാമ്പ്രാണിക്കൊടിയിൽ പോകണം എന്നാണ് ആഗ്രഹം. പക്ഷെ അവിടെ ടൈം 4:30 ആകുന്നു ഓൾമോസ്റ്റ്. അപ്പോൾ അവിടെ അടയ്ക്കുമോയെന്ന് അറിയില്ല, ബട്ട് ലെറ്റ്സ് സീ. അപ്പോൾ അതായത് ഞാൻ പറഞ്ഞ എഴുത്താണിക്കട. അപ്പോൾ ഇവിടുന്ന് നമ്മൾ വെട്ട് കേക്കാണ് വാങ്ങിച്ചത്. വെട്ട് കേക്കെന്നാണ് ഇവിടെ പറയുന്നത്. അത് നിങ്ങളുടെ സ്ഥലത്ത് എന്താ പറയുന്നതെന്ന് ജസ്റ്റ് കമൻറ്റ് ബിലോ. ഈ ഓൺ ടൈം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഞങ്ങൾ കറക്റ്റ് ആ ടിക്കറ്റ് കൗണ്ടർ ക്ലോസ് ചെയ്യാൻ നിൽക്കുന്ന സമയത്തായിരുന്നു ഞങ്ങൾ ചെന്നത്. ജസ്റ്റ് മിസ്സിനാണ് ടിക്കറ്റ് കിട്ടിയത്. കാരണം ഓൾറെഡി 4:30 ആയതുകൊണ്ട് അവിടെ ആകെ 1 അവർ എന്തോയെ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റുള്ളൂ സാമ്പ്രാണിക്കുടിയിൽ. സോ അതുകൊണ്ടാണ് അവർ നേരത്തെ ക്ലോസ് ചെയ്യുന്നത്. പതുക്കെ പോടാ, ഇത്ര സമയം
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരാൻ പറ്റിയില്ലായിരുന്നെങ്കിൽ ഇത് ഭയങ്കര മിസ്സായിപ്പോയനെ. പക്ഷേ കറക്റ്റ് ടൈമിൽ വന്നുകൊണ്ട് നമുക്ക് ഈ ഒരു വ്യൂവും ആ ഒരു ആംബിയൻസും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. അങ്ങനെ നെക്സ്റ്റ് ഞങ്ങൾ പോകുന്നത് കൊല്ലം ബീച്ചിലേക്കാണ്. Ginclinona io chiede casa. Casa non te porta, non te cai logo pasha. Kara, kolom, kara, kolom, kara. അപ്പോൾ ദാ ഹിയർ ഈസ് ദ എൻഡ് ഓഫ് ഫസ്റ്റ് ഡേ ഇൻ കൊല്ലം. സത്യം പറഞ്ഞാൽ ഇറ്റ് വാസ് എ സ്പെഷ്യൽ ഡേ. എല്ലാവരുമായിട്ട് കുറേ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി. പിന്നെ വർക്ക് ലൈഫിൽ നിന്നൊക്കെ ഭയങ്കര ഒരു റിലാക്സേഷൻ കിട്ടിയ ഫീലായിരുന്നു. See you soon in our next video. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സപ്പോർട്ട്. അപ്പോൾ ബൈ.